നമസ്കാരം. ഈ ഒരു വിഷയത്തിൽ ട്രിക്സ് ചാനൽ ഇറക്കിയ ഒരു വീഡിയോനെ ആസ്പദമാക്കി സീക്രട്ട് ഏജന്റ് ചെയ്ത വീഡിയോയും ഷിഹാബ് ചെയ്ത വീഡിയോയും അതിലൂടെ നടത്തിയ വെല്ലുവിളികളും ആ വെല്ലുവിളിക്ക് റിപ്ലൈ ആയിട്ട് ട്രിക്സ് ചാനൽ ചെയ്ത വീഡിയോ എല്ലാം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു ഓപ്പൺ ചർച്ച, ഒരു ലൈവ് വീഡിയോ അങ്ങനെ അത് സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ഡിസ്കഷന്റെ പാർട്ടാവാൻ എനിക്കും താല്പര്യമുണ്ട്. എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് ഞാനൊന്ന് വായിക്കാം. ഈ ഒരു മീറ്റിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. മാജിക് പ്ലാനറ്റ് DAC എന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് പോയതിനു ശേഷം അമ്മമാർ നടത്തിയ ഈ ഒരു ആരോപണങ്ങളുടെയൊക്കെ സത്യാവസ്ഥ എന്താണ്, ഈ വിഷയത്തിൽ എന്താണ് മുതുകാട് സാറിന് പറയാനുള്ളത്, മുതുകാട് സാറിന് എന്താണ് പറയാനുള്ളത് എന്ന് ആ ഒരു വീഡിയോ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു തുറന്ന ചർച്ച നടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് തീർച്ചയായിട്ടും സാധിക്കുന്ന ഒന്നാണ്. ഷിഹാബ് അദ്ദേഹം ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോയതിന് പിന്നിലെ സത്യം എന്ത്, സ്വയമേ പോയതാണെന്നും അദ്ദേഹത്തെ പറഞ്ഞു വിട്ടതാണെന്നും എന്ന തരത്തിലുള്ള രണ്ട് രീതിയിലുള്ള ഒപ്പീനിയൻ ഈ ഒരു കാര്യത്തിൽ കേൾക്കുന്നുണ്ട്. ഇതിന്റെ ക്ലാരിറ്റി വരുത്താനുള്ള കാര്യമാണ്. ഈ ഒരു വിഷയത്തിന്റെ സത്യാവസ്ഥ എന്തെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് പോയതിനു ശേഷം നടന്ന കാര്യങ്ങൾ, അതിന്റെ ആ ഒരു ഡെവലപ്മെന്റ്സ് അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ടോ, അതോ മറിച്ച് അദ്ദേഹത്തിന് കേട്ടറിവ് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആരോപണം ഉന്നയിച്ച അമ്മമാർ അവിടെ എത്ര കാലം ഉണ്ടായിരുന്നെന്നും അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള മോശം അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നും അറിയേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തിൽ മാജിക് അക്കാഡമി ഡയറക്ടറിനും ആ ഒരു സമയത്തുണ്ടായിരുന്ന മാനേജറിനും എന്താണ് പറയാനുള്ളത് എന്ന് ആരെങ്കിലും ചോദിച്ചറിഞ്ഞിരുന്നോ എന്നും നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ കറന്റ് എത്ര കുട്ടികൾ ഉണ്ടെന്നും അവരുടെ പേരൻസിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്നും അതോ ഷിഹാബ് ഉന്നയിച്ച ജീവന് ഭീഷണി ആകുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്നും തിരിച്ചറിയേണ്ടതുണ്ട്. ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇതര സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ അത്തരം കുഞ്ഞുങ്ങൾക്കും സർക്കാർ തലത്തിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഉള്ളതെന്നും അതിൽ DAC എന്ന സ്ഥാപനത്തിന് മാത്രമായി എന്തെങ്കിലും ആനുകൂല്യങ്ങൾ സ്പെഷ്യലായി അനുവദിച്ച് നൽകിയിട്ടുണ്ടോ അതോ എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരുപോലെയാണോ നൽകുന്നത് എന്നും നമുക്ക് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ DAC ഉൾപ്പെടെ ഈ മേഖലയിൽ ഫണ്ട് കൈപ്പറ്റുന്ന എല്ലാ സ്ഥാപനങ്ങളും ആ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിന്റെ വിശദമായ ഒരു റിപ്പോർട്ട് അത് പരിശോധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അത് സാക്ഷ്യപ്പെടുത്തട്ടെ. ഒരുപക്ഷെ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് അവിടെ നിന്ന് അറിയാൻ സാധിക്കും. ഒരുപക്ഷെ അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആവുക കാര്യങ്ങൾ കൂടിയിട്ട് ഒരു ക്ലാരിറ്റി വരും. ഷിഹാബ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സമയത്ത് 23-ൽ 5 കുട്ടികളെയാണ് പെർഫോമൻസിന് വേണ്ടി സെലക്ട് ചെയ്തിരുന്നത്. ആ കുട്ടികൾക്ക് ആ ഒരു സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ അന്നേ അത് തുറന്നു പറഞ്ഞിരുന്നു എങ്കിൽ 5,300 ആകുമായിരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു സമയത്ത് തന്നെ അത് തുറന്നു പറയാതിരുന്നത്? അത് അദ്ദേഹം ആരോപിക്കുന്നത് പോലെ ആ ഒരു ഭയത്തിന്റെ പേരിലാണോ അതോ അതിന് പിന്നിൽ മറ്റു വല്ല കാരണങ്ങളും ഉണ്ടായിരുന്നോ എന്നതും ക്ലാരിറ്റി വരേണ്ട ഒരു വിഷയമാണ്. ഷിഹാബെ, താങ്കളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്ലാനറ്റിൽ നിന്ന് പോയത്. DAC തുടങ്ങുമ്പോൾ ക്ഷണം ഉണ്ടായിട്ടും ഒരു ഗസ്റ്റ് ആയിട്ട് പോലും ഒരു തവണ പോലും താങ്കൾ ആ ഒരു സ്ഥാപനം വിസിറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. ഇത്രയും അനീതി ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും താങ്കൾ അവിടെ നിന്ന് നേരിട്ട് പോയിരുന്നെങ്കിൽ അവിടെയുള്ള അമ്മമാരോട് ചോദിച്ചിട്ട് അതിന്റെ ഒരു ലൈവ് വീഡിയോ ഇതിനോടകം തന്നെ താങ്കൾക്ക് ഈസിയായി ചെയ്യാമായിരുന്ന ഒന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ഇതുവരെ സംഭവിച്ചില്ല? ഈ ഒരു വിഷയവും നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു കാര്യമാണ്. ഇതിനും ഒരു ക്ലാരിറ്റി വരേണ്ട വിഷയം തന്നെയാണ്. ഷിഹാബെ, ഒരുപക്ഷെ താങ്കളുടെ ആരോപണങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ വളർച്ച സോഷ്യൽ മീഡിയ വഴിയും താങ്കളും കണ്ടു കാണുമല്ലോ. അങ്ങനെ ഇരിക്കെ സത്യങ്ങളൊക്കെ മറച്ചു വെച്ച് താങ്കൾ ചെയ്തതും അതേ തെറ്റ് തന്നെയല്ലേ? ഈ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് താങ്കൾ അത് മുന്നേ തുറന്നു പറഞ്ഞില്ല എന്നതും കാണികൾക്ക് സംശയമുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനും ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ 18 വയസ്സ് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് സേഫായിരിക്കാൻ പറ്റിയ മറ്റൊരു സ്ഥലം കാണിച്ചു കൊടുക്കാൻ താങ്കൾക്ക് സാധിക്കുമോ? ഇത്തരം കുട്ടികളുള്ള ഓരോ രക്ഷിതാവിന്റെയും ചോദ്യമാണ്. DAC അത് വരുന്നതിന് മുൻപും പിൻപും DACയും മറ്റിതര സ്ഥാപനങ്ങളും ഈ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി എന്താണ് ചെയ്തത് എന്നും ഇപ്പോൾ ചെയ്യുന്നത് മുന്നേ ചെയ്തുകൊണ്ടിരുന്നതുമായ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അതെന്തൊക്കെയാണെന്നും അറിയേണ്ടതുണ്ട്. എന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു ചോദ്യാവലിയാണ് ഞാനിപ്പോ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രം. ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, അപ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ഇത് കൂടാതെ ഞാൻ ചോദിക്കേണ്ടതുണ്ടെങ്കിൽ ഓരോ വ്യക്തികളും ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ ഒരു മീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ അതിൽ എന്താണ് പറയുന്നത് എന്നുള്ളതിന്റെ ലൈവ് വീഡിയോ
ഞാൻ എല്ലാവരിലേക്കും എത്തിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.